So we'll just revise these topics, the topics which we had already discussed in Unit 3. We talked about the features of academic writing. We talked about three features. That is formal, objective, and technical. So these are the most prominent three features of academic writing, that it should be formal, objective, and technical. And we talked about the process of academic writing, right? So one of the നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ പ്രോസസ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ മേജർ പ്രോസസ് ഓഫ് എനി കൈൻഡ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ്, വെദർ ഇറ്റ് ഇസ് എ യൂഷ്വൽ അസൈൻമെന്റ് വിച്ച് യു ആർ ഗിവൺ, or if you are preparing for a thesis or a dissertation, whatever it is, either there are academic writing anengilum, there are three major process, but the one is pre-writing, writing, and revising. Adinte topics adumayittu relate cheyidittulla steps nammal paranju, that you are supposed to decide on what you want to study, collect information from expert sources, prepare a framework, then start writing and prepare the final draft and submit. And we also told, we also discussed about what is the purpose of an academic writing. According to the work you are doing, according to the സ്റ്റാറ്റസ് യു ആർ ഇൻ, അതായത് ഇപ്പൊ നിങ്ങളൊരു റിസർച്ച് സ്കോളർ ആണെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് അവിടെ റിസർച്ച് ചെയ്യുക, എന്നിട്ട് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ആർ എ കോളേജ് ഗോയിങ് സ്റ്റുഡന്റ്, അവിടെ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കിട്ടുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ പേർപ്പസ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കോർ അറ്റൈൻ ചെയ്യുക എന്നുള്ളതായിരിക്കാം. ഒരു ഓൾറെഡി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷനിൽ കയറിയിട്ടുള്ള ഒരാൾ ഒരു അക്കാഡമിക് റൈറ്റിംഗ് നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി, ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള പോപ്പുലാരിറ്റിയോ ഒക്കെ ആയിരിക്കാം ഉദ്ദേശം, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിരിക്കും ഉദ്ദേശം. സോ പർപ്പസ് മേ വേരി അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റസ് യു ആർ ഇൻ, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഓരോ റൈറ്റിങ്ങിനും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു, അല്ലെ? ഒരു കാര്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒരു റിസർച്ച് ചെയ്തിട്ട് ഒരു ലാബ് റിപ്പോർട്ട് എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്തിരിക്കേണ്ട രീതി, അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട സ്കിൽ ഡിഫറെന്റ് ആണ്, അല്ലെ? ഇഫ് യു ആർ ഡിസ്ക്രൈബിങ് എ ഫിലിം ടു യുവർ ഫ്രണ്ട്, നിങ്ങളൊരു ഫ്രണ്ടിനോട് ഒരു ഫിലിം ഡിസ്ക്രൈബ് ചെയ്ത് ഒരു കഥ നറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നറേഷൻ ഉപയോഗിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. നറേറ്റ് ചെയ്യുന്നത് പോലെ അല്ല നിങ്ങൾ സയൻസിൽ ഒരു തിയറി പറയുന്നത്, റൈറ്റ്? അപ്പൊ ഓരോ അസൈൻമെന്റിനാണെങ്കിലും ഓരോ അക്കാഡമിക് റൈറ്റിങ്ങിനും അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്കിൽ എന്ന് പറയുന്നത്, അതുപോലെ പേർപ്പസ് എന്ന് പറയുന്നതും ഇറ്റ് മേ വേരി. And you should analyze about the audience, like ആർക്ക് വേണ്ടിയിട്ടാണ്, who is your audience, who is going to read this particular work എന്നുള്ളതിനെ കുറിച്ചും you should be conscious, that you should ask yourself, who am I writing for? ആർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്? Who is going to read this particular topic? അല്ലെ? What do I expect my readers to know about my topic? What do you want my readers to think about my topic, right? So you should be conscious while you are writing an academic writing. You should be conscious about the purpose of your writing, and you should be also conscious about who is going to read this particular work. Sorry. So depending on your audience, the way you write, the way you justify your answer, അല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് എലൂസിഡേറ്റ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതും ഒക്കെ അതിന്റെ രീതികളൊക്കെ മാറും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ റിവൈസ് ചെയ്ത് തരുന്നത്. വി ഓൾസോ ടോക്ക്ഡ് അബൌട്ട് ദി വോയിസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. വോയിസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഈസ് ദ വേ യു പ്രസന്റ് യുവർ തിങ്. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളുടെ വോയിസ് അവിടെ കാണിക്കുന്നത്. വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു മൈ സ്റ്റഡി, ഐ തിങ്ക്, ഇൻ മൈ വേ, ഇൻ മൈ ഒപ്പീനിയൻ എന്നുള്ള വോയിസുകൾ, അതായത് ഫസ്റ്റ് പേഴ്സൺ വോയിസ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ അക്കാഡമിക് റൈറ്റിംഗിൽ അത്ര തന്നെ അക്സെപ്റ്റബിൾ അല്ല. സബ്ജക്ട് അനുസരിച്ച് വേരി ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളുടെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടെയും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. കുറച്ചുകൂടെ ന്യൂട്രൽ ആയിട്ടുള്ള വോയിസ് ആണ് അക്കാഡമിക് റൈറ്റിംഗിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് ആ രീതിയിലാണ്. ഒരു തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോം ഒക്കെയാണ് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ബ്രോഡർ ഓഡിയൻസിനെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോം ഒക്കെയാണ് അക്കാഡമിക് റൈറ്റിംഗിൽ പൊതുവെ യൂസ് ചെയ്യാൻ നല്ലത്.
ഇത് തന്നെ പല ഫോറിൻ യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെയല്ല കേട്ടോ. ഫോറിൻ യൂണിവേഴ്സിറ്റികളിൽ ദർ ഇസ് നോ ഇഷ്യൂ വെൻ യു യൂസ് ഇൻ മൈ സ്റ്റഡി ഐ എം എന്നുള്ള രീതിയിൽ ഐ എന്നുള്ള യൂസേജ് അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല ഫോറിൻ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ആർട്ടിക്കിൾസോ തീസിസോ ഒക്കെ എടുത്ത് നമ്മൾ റിവൈസ് ചെയ്യുക വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് അവർ വളരെ പ്ലെന്റി ആയിട്ട് തന്നെ ഐ എന്നുള്ള യൂസേജ് ഒക്കെ പലപ്പോഴും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇൻ അവർ സിസ്റ്റം നമ്മുടെ ഒരു രീതിയിൽ കുറച്ചുകൂടെ ന്യൂട്രൽ ആയിട്ടും അതുപോലെ ഒരു തേർഡ് പേഴ്സൺ പ്ലൂറൽ ഫോമും ഒക്കെയാണ് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ ബെറ്റർ. ക്യാൻ യു പ്ലീസ് ടെൽ മീ, നമ്മൾ ഇവിടെയാണോ നിർത്തിയത്? നമ്മൾ ഈ ഒരു സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നോ? സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ ഞാൻ പറഞ്ഞിരുന്നോ? വോയിസ് വരെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നോ എന്നുള്ളത്. ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? എനിവൺ? ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണുന്നില്ലേ? സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ സ്ലൈഡ് കാണുന്നില്ലേ? സ്ലൈഡ് കാണുന്നുണ്ട്, നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, വോയിസ് വരെയാണ് എടുത്തത് അല്ലേ? ഓക്കെ, ഫൈൻ. സോ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദർ ആർ 3 മേജർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ. ഞാൻ സ്പീഡിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നൊന്ന് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി കേട്ടോ. സ്പീഡ് കൂടുതലാണ്, മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ എല്ലാവരും. ആരുടെയോ അൺമ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. Okay, so steps in planning and essay. Already I told you that there are 3 major steps in planning and essay. There are pre-writing, writing and revising. ഇവിടെ and essay എന്നേ പറഞ്ഞിട്ടുള്ളൂ, but it doesn't mean that essayക്ക് മാത്രമാണ് ഈ steps എന്ന്. Any kind of academic essay needs planning. ഏത് തരം അക്കാഡമിക് റൈറ്റിംഗ് ആണെങ്കിലും അവിടെ നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദ മോർ യു പ്ലാൻ, ദ മോർ യു ആർ കോൺഷ്യസ് അബൌട്ട് ഹൂ ഇസ് ഗോയിങ് ടു റീഡ് യുവർ ടോപ്പിക്, ദ മോർ യു ആർ കോൺഷ്യസ് അബൌട്ട് ദി പേർപ്പസ് ഓഫ് യുവർ റൈറ്റിംഗ്. അതുപോലെ എത്രത്തോളം നിങ്ങൾ അതിന്റെ സോഴ്സും പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും ഒക്കെ കളക്ട് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ഹാർഡ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ് നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ നന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. റൈറ്റ്? അപ്പം ആൻഡ് എസ്സേ എന്ന ഒരു ഹെഡിങ് പോലെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് എസ്സേക്ക് മാത്രമാണ് ഇത് എന്നുള്ളതല്ല. ഏത് തരം അക്കാഡമിക് റൈറ്റിങ്ങിനും ഈ 3 സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രീ റൈറ്റിംഗ്. As the title says, it is before writing. എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ്. Pre-writing activities are the preliminary steps before starting to write your essay. So understanding the question or topic, purpose and audience are important, right? Understanding the question എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു എസ്സേ, നിങ്ങളൊരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളൊരു എസ്സേ ആണ് എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ ഒരു ടീച്ചർ ഒരു അസൈൻമെന്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ എൽസ് ഇഫ് യു ആർ ഡൂയിങ് എ റിസർച്ച് ഓഫ് യുവർ ഓൺ, നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച്, നിങ്ങൾ എടുത്തിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിയിൽ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Use pre-writing techniques like brainstorming, clustering or mind mapping to list and organize your ideas. ഈ ബ്രൈൻസ്റ്റോമിങ്ങും അതുപോലെ ക്ലസ്റ്ററിങ്ങും നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡുകളിൽ വരുന്നുണ്ട്. So I will explain it though. So if your instructor has given you a question, convert the question into a topic. If the topic is given by the instructor, convert the topic into a question. So isn't it nice? നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ അതൊരു ടോപ്പിക് ആക്കി മാറ്റിയിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് വേണ്ട രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വേണം എഴുതാൻ തുടങ്ങാൻ. ഇനി നിങ്ങളൊരു ടോപ്പിക്കിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രം പോരാ അല്ലെ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ പറയുന്ന ഒരു തരം ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്കാണ്. അതായത് നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് നടത്തുന്നതും അതിന്റെ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ലേൺ മോർ അബൌട്ട് ദ ടോപ്പിക് ഓർ ദ ക്വസ്റ്റ്യൻ വിച്ച് യു ആർ ഗോയിങ് ടു ഫേസ്.
If only a keyword is given, you are required to frame topic as well as the question. ഇപ്പോൾ ഒരു keyword ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു keyword മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യനും നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഏത് ടോപ്പിക് അതിൽ നിന്ന് എടുക്കണം എന്നുള്ളതും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. So identify the sources and gather relevant materials. Prepare an outline, decide the logical ordering of ideas or cluster ideas for paragraphs, and identify the thesis statement. സോ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, ആ ടോപ്പിക്കിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്ന റെലവെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സോഴ്സസ് എന്ന് പറയും അല്ലെ. ഇപ്പൊ ഒരു ഫിക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ഫിക്ഷൻ എന്ന് പറയുന്ന ഒറിജിനൽ ടെക്സ്റ്റ് നിങ്ങളുടെ പ്രൈമറി സോഴ്സ് ആണ്. ആ ഫിക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ റിസർച്ച് ചെയ്ത് വായിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നിങ്ങളുടെ റെലവെന്റ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇനി അതല്ല ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിലും ദർ വിൽ ബി എ പ്രൈമറി സോഴ്സ്. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തിലാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് വിൽ ബി യുവർ പ്രൈമറി സോഴ്സ്. ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, ഇപ്പോൾ കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ കുറെ ആളുകളിൽ നിന്ന് ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്ത് അവരുടെ ഒരു അനുഭവം ഒക്കെ വെച്ച് അതിനെ ബേസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങളുടെ പ്രൈമറി സോഴ്സ് പറയുന്ന ആ ക്വസ്റ്റ്യനെയർ ആയിരിക്കും. അതിൽ നിന്ന് ആളുകൾ എങ്ങനെയൊക്കെയാണ് റിപ്ലൈ തന്നിരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നത്. സോ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഇറ്റ് മേ ചേഞ്ച്. Okay, so prepare an outline, decide the logical ordering of ideas. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ തീരുമാനിക്കാം. ഇന്ന ഭാഗത്തു നിന്ന് തുടങ്ങി ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് മൈ റിസർച്ച് ഫ്രം ഹിയർ ആൻഡ് ഐ സപ്പോസ് നമ്മൾ ഹൈപ്പോത്തസിസ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എവിടേക്കായിരിക്കാം എത്തിക്കുന്നത്, നമ്മുടെ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുന്നതും ആ ഒരു ആൻസറിലേക്ക് എങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യാം ഓരോ പാരഗ്രാഫിൽ. ഇപ്പൊ നമ്മളൊരു പാരഗ്രാഫ് ഒരു എസ്സി ആണ് എഴുതുന്നെങ്കിൽ, ഇപ്പം പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു എസ്സി ആണ് നിങ്ങൾക്ക് എഴുതാൻ തന്നിരിക്കുന്നെങ്കിൽ പൊല്യൂഷനെ കുറിച്ച് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ പാരഗ്രാഫിലും അതിന് ഈ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നൊരു ലോജിക്കൽ ഓർഡറിങ് മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഇറ്റ് വിൽ ഹെൽപ്പ് in your writing stage. And identify the thesis statement. Thesis statement again നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. ഇനി വീണ്ടും ഒന്നുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് thesis statement നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ് ഇറ്റ് ബി ദർ. നമ്മൾ രണ്ട് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വൺ ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ് ആൻഡ് ദി അതർ വൺ ഈസ് thesis statement. So all these are important pre-writing stages. ഇനി റൈറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രെയിം ദ തീസിസ്. റൈറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ഏത് തരം ഇപ്പോൾ ഒരു എസ്സേ ആണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും തീസിസ് ആണെങ്കിലും ഡിസർട്ടേഷൻ ആണെങ്കിലും ഒക്കെ ഒരു ആർട്ടിക്കിൾ ആണെങ്കിലും ഒക്കെ തീസിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ഓർ സെന്റൻസസ്. ഓക്കെ, നിങ്ങൾ പറയാൻ പോകുന്ന ആ ഒരു റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു എസ്സേയിൽ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റേറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒന്നോ രണ്ടോ സെന്റൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്. ഒരു സെന്റൻസ് തന്നെ ആവണം എന്നില്ല കേട്ടോ. തീസിസ് സ്റ്റേറ്റ്മെന്റ് നീഡ് നോട്ട് ഓൾവേസ് ബി എ വൺ സെന്റൻസ്. ഒറ്റ സെന്റൻസിൽ തീസിസ് സ്റ്റേറ്റ്മെന്റ് എഴുതണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്തിനെ കുറിച്ച്, എന്തുകൊണ്ട് എന്നൊക്കെ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പാരഗ്രാഫിൽ ഒക്കെ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്ന ഒരു സെന്റൻസുകളെയാണ്, സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ മെയിൻ പോയിന്റ്സ്. ഇപ്പൊ ഞാൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മെയിൻ പോയിന്റ്സ് ഏതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും? വാട്ടർ പൊല്യൂഷൻ അല്ലെ, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ. അപ്പൊ ഈ രീതിയിൽ പറയുന്ന അതുമായിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഫ്രെയിം ചെയ്ത് ഇന്ന രീതിയിൽ പറയാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരിക്കും പറയുക അല്ലെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ചിലപ്പോൾ എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെ ആവാം, ഡിപ്പെൻസ്. So draft the introductory paragraph. Introductory paragraph is very much important. എന്തുകൊണ്ടാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വളരെ ഏത് രീതിയിലും, ഇനിയിപ്പോ ഒന്നും വേണ്ട, നിങ്ങളൊരു എക്സാമിനേഷൻ എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ഒരു എസ്സേ എഴുതുമ്പോൾ അതിലെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി പാരഗ്രാഫുകൾ ഇമ്പോർട്ടന്റ് അല്ല എന്നർത്ഥമില്ല, എന്നാൽ പോലും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇറ്റ് ഇൻവൈറ്റ്സ് ദി അറ്റൻഷൻ അല്ലെ. വായിക്കുന്ന വായനക്കാരന്റെ അറ്റൻഷൻ ഏറ്റവും ഫസ്റ്റ് എത്തുന്ന പാരഗ്രാഫ് ഏതാണ്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണ്.
Right? So if you are able to make it beautiful, make it attractive എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് വെച്ച് അട്രാക്റ്റീവ് ആക്കുന്നതല്ല. With the words, if you can make the reader like ഒരു വായിക്കാൻ ഇത് നല്ലതാണല്ലോ എന്നുള്ള ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പറയുന്നത് വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പറയാനുള്ള വൈറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ മനോഹരമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ സാധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ നമുക്ക് തോന്നും ഈ കുട്ടി നന്നായിട്ട് എഴുതാൻ അറിയുന്ന കുട്ടിയാണ്, നല്ല മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാർക്ക് തീർച്ചയായിട്ടും ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് നന്നായാലും ഒരു പരിധി വരെ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയേക്കാം. ഇനിയിപ്പോ ഒരു മാർക്ക് ബേസ്ഡ് ആയിട്ട് അല്ലാതെ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വളരെ അട്രാക്റ്റീവോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക കൺവിൻസിങ് ഒക്കെ ആയിട്ട് പറയാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു റീഡറിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണെങ്കിൽ ആ ഒരു ഹോൾ വർക്ക് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാവും. സോ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Okay, so draft each body paragraph with supporting points, substitution and transition. ഇനി ഓരോ ബോഡി പാരഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ആ ഒരു ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോയിന്റ്സുമാണ് ഓരോ പാരഗ്രാഫിലും വരിക അല്ലെ. വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ബോഡി പാരഗ്രാഫ്. സോ ഈച്ച് ബോഡി പാരഗ്രാഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ബോഡി പാരഗ്രാഫിലും ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടാവും അല്ലെ. അതായത് ഇപ്പൊ ഞാൻ പൊല്യൂഷൻ എന്നുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വാട്ടർ പൊല്യൂഷനുമായിട്ട് അല്ലെങ്കിൽ എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് സെന്റൻസ് നിങ്ങൾ ആ പാരഗ്രാഫിൽ കൊടുക്കും. ആ പാരഗ്രാഫിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ വാട്ടർ പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ പറയേണ്ടത്. ആൻഡ് ഫ്രം ദർ ഇഫ് യു ആർ മൂവിങ് ടു അനദർ എയർ പൊല്യൂഷൻ, അതും ഒരു പൊല്യൂഷൻ ആണ് അല്ലെ. ഇപ്പൊ എയർ പൊല്യൂഷനെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു എയർ പൊല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഓരോ പാരഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഈച്ച് ബോഡി പാരഗ്രാഫ് ആക്ച്വലി പ്രസന്റ്സ് എ ന്യൂ ടോപ്പിക്, റൈറ്റ്? So നമ്മൾ water pollution പറഞ്ഞപ്പോൾ we are talking about water pollution in that particular paragraph. And when you move to the another paragraph, when you move to the third paragraph, you are going to talk about air pollution there. You are actually presenting a new topic there. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക് സെന്റൻസ് ഓരോ പാരഗ്രാഫിലും വേണം പറയുന്നത്. ടോപ്പിക് സെന്റൻസ് ഡിക്ലെയേഴ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പാരഗ്രാഫ്. ഓക്കെ, സോ ഈച്ച് പാരഗ്രാഫ് carries a main point അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിനെ കുറിച്ചിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻസോ ഇല്ലുസ്ട്രേഷൻ മീൻ എക്സാമ്പിൾസോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. ആൻഡ് ഡ്രാഫ്റ്റ് ദി കൺക്ലൂഡിങ് പാരഗ്രാഫ്. പിന്നെ ഫൈൻ കൺക്ലൂഡിങ് പാരഗ്രാഫ്. എഗെയിൻ കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്ന് പറയുന്നതും വളരെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്നുള്ളത്. സോ കൺക്ലൂഡിങ് പാരഗ്രാഫിന്റെ ഒരു പ്രത്യേകത അക്കാഡമിക് റൈറ്റിംഗിൽ നമ്മൾ കൺക്ലൂഡിങ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ സാധാരണ വി സേ ദാറ്റ് യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് സംതിങ് ന്യൂ ദർ. പുതിയതായിട്ട് ഇതുവരെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലും അതുപോലെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ബോഡി പാരഗ്രാഫുകളിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഇതുവരെ പറയാത്ത പുതിയൊരു സംഭവം കൺക്ലൂഡിങ് പാരഗ്രാഫിൽ പറയാൻ പാടില്ല. Okay, concluding paragraph in the banal actually in a way we can say that you are actually restructuring or rephrasing the already told thing. നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെന്റിലും ടോപ്പിക് സെന്റൻസുകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്നുകൂടെ റീസ്ട്രക്ചർ ചെയ്ത് പറഞ്ഞ് നിർത്തുമ്പോഴാണ് അത് കൺക്ലൂഡിങ് പാരഗ്രാഫ് ആവുന്നത്. അതുവരെ പറയാത്ത ഒരു കാര്യം പുതിയതായിട്ട് കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ റൈറ്റിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം ഒക്കെ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ യു ആർ ഡ്രാഫ്റ്റിംഗ് ഈച്ച് ഓഫ് ദീസ്. യു ആർ ഡ്രാഫ്റ്റിംഗ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, യു ആർ റൈറ്റിംഗ് യുവർ ബോഡി പാരഗ്രാഫ് ആൻഡ് യുവർ കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓർ റഫ് ഡ്രാഫ്റ്റ്. ഓക്കെ, എല്ലാ അക്കാഡമിക് റൈറ്റിംഗിലും ആദ്യം എഴുതുന്നത് തന്നെ കംപ്ലീറ്റ് ഫിനിഷ്ഡ് വർക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആദ്യം എഴുതിയതിനകത്ത് ചിലപ്പോൾ പലപ്പോഴും എഡിറ്റിങ്ങും അതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് റിവിഷൻ വേണ്ടി വരും അതിനകത്ത്. അപ്പോൾ ആദ്യം എഴുതിയതിൽ ചിലപ്പോൾ നമ്മൾ പാരഗ്രാഫുകൾ കുറച്ചുകൂടെ ഒന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീപ്ലേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക, ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്നുകൂടെ ആ ഒരു വർക്കിനെ റിവൈസ് ചെയ്യും എഡിറ്റ് ചെയ്യുകയൊക്കെ വേണം. ചിലപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും ചെയ്താൽ പോരാ, ചിലപ്പോൾ 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലാണ് അത് വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു അക്കാഡമിക് റൈറ്റിംഗ് ആയിട്ട് നമുക്കതിനെ എന്താ പറയാ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ.
Okay, so revising is very important, that you are supposed to edit and revise your essay. You have to check everything. നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണോ, പങ്ക്ച്വേഷൻ മാർക്സ് ഉണ്ടോ, ഇസ് എ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, ഹാവ് യു ഗിവൺ സൈറ്റേഷൻസ്, അതായത് നിങ്ങൾ റെഫറൻസ് ചെയ്ത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും ടാബു സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിനെയോ ഒക്കെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലോ ഒരു വ്യക്തിനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിലോ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അക്കാഡമിക് റൈറ്റിംഗിൽ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയി വായിച്ച് ആദ്യം മുതൽ തന്നെ വായിച്ച് ഈവൻ ഫുൾ സ്റ്റോപ്പ് അല്ലെ, ഒരു ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ പോലും ഒരു കോമയാണെങ്കിൽ പോലും ഇറ്റ് മേക്സ് ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ മീനിങ്. സോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്തിട്ട് വേണം ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. വൺ ഈസ് pre-writing, writing and revising. So these are the steps in planning an academic writing. Is it clear? Next നമ്മള് ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്ലൈഡിൽ പറയാമെന്ന് പറഞ്ഞ് ബ്രെയിൻ സ്റ്റോമിംഗ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചേക്കാം, അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി കണ്ടക്റ്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ പ്രൊജക്ട് ടു ജനറേറ്റ് ഐഡിയാസ്. ബ്രെയിൻ സ്റ്റോമിംഗ് വളരെ മനോഹരമായിട്ടുള്ള ടെക്നിക്കാണ്. നമ്മൾ ക്ലാസ് റൂംസിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബ്രെയിൻ സ്റ്റോമിംഗ് ആക്ച്വലി. ഇത് അവർ വളരെയധികം ഡിസ്കസ് ചെയ്ത് കുട്ടികൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് പുതിയ ഐഡിയാസ് കൊണ്ടൊക്കെ വരും. അപ്പോൾ കുറെ പേര് ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാമായിരിക്കും, അതിനെക്കാട്ടിലും കൂടുതലോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നതിന്റെ പരിമിതികൾക്ക് അപ്പുറത്ത് വേറൊരാൾക്ക് ചിലപ്പോൾ അതിനേക്കാളും അറിയാം. അപ്പൊ അയാൾ പറയുമ്പോൾ കൂടുതൽ ഐഡിയാസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരുപാട് എന്താ പറയാ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ എന്താ പറയുക ഡിസ്കസ് ചെയ്യുന്നതും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഭാഗമാണ്. സോ ഇറ്റ്സ് കൺസിഡർഡ് ടു ബി എ കൈൻഡ് ഓഫ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഒറ്റയ്ക്കും ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളിങ്ങനെ പറയും കുട്ടികളോട്, ഇപ്പോൾ സ്കൈ എന്നുള്ളൊരു വേർഡ് മാത്രം ബോർഡിൽ എഴുതിയിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും, ചെറിയ കുട്ടികളോട് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ അവർ പറയും സ്റ്റാർ, അതുപോലെ സൺ, മൂൺ, എയർ, അത് ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ബ്ലൂ അല്ലെ, കളർ ബ്ലൂ ആയി വരുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വരാൻ പറ്റും അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നത് ഒരു തരം ബ്രെയിൻ സ്റ്റോമിങ്. ഇറ്റ്സ് ആക്ച്വലി എ ഗെയിം. ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഗെയിമാണ്. അവർക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ അറിയാം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ ടെക്നിക്ക് നമുക്ക് റിസർച്ചിലും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ അതിന്റെ എന്താ പറയാ കുറച്ചുകൂടെ ഹയർ ലെവൽ യൂസേജ് ആണത്. So in business and organizational context, brainstorming is used as a method to generate innovative ideas on an area of interest and sometimes to find leads to address problems, challenges or conflict. അപ്പോൾ ഈ ബിസിനസ് അതുപോലെ ഇങ്ങനത്തെ ഓർഗനൈസേഷൻസിലൊക്കെ ഇങ്ങനത്തെ ബ്രെയിൻ സ്റ്റോമിംഗ് വളരെയധികം യൂസ് ചെയ്യും. നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോളേജ് റിലേറ്റഡ് ആയിട്ട് ഒരു പുതിയൊരു പ്രോഗ്രാമോ അല്ലെങ്കിൽ പുതിയൊരു ക്ലബോ എന്തെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്ലബ്ബുമായിട്ട് അസോസിയേറ്റ് വളരെ പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടൊരു ഐഡിയ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചിന്തിക്കാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ചേർന്ന് ദേ വിൽ കം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ അല്ലെ. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്. എല്ലാവരും കൂടെ ചേർന്ന് അവനവന് ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് ചിലപ്പം വന്നേക്കാം. Brainstorming can be of great use as a pre-writing technique. Before you start writing, it is essential for you to gather ideas and get into the heart of your subject. So ഇങ്ങനത്തെ പല പർപ്പസിനും ബ്രെയിൻ സ്റ്റോമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്തെങ്കിലും യൂസ് ചെയ്യാം ഈ പറയുന്ന പ്രീ റൈറ്റിംഗ് ടെക്നിക്കായിട്ടും ബ്രെയിൻ സ്റ്റോമിങ് യൂസ് ചെയ്യാം. നമ്മളൊരു ടോപ്പിക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പൊല്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾ ഏതൊക്കെ തരം പൊല്യൂഷൻസ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. പലവരും പല ഐഡിയാസും കൊണ്ടുവരും അല്ലെ. നമുക്ക് ഏറ്റവും അറിയാവുന്ന വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനും ഒന്നും അല്ലാത്ത പലതരം പുതിയ ഇഷ്യൂസും ഉണ്ട്.
റൈറ്റ്. അപ്പൊ അതുമൊക്കെ ആയിട്ട് പലരും പല 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 കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് അതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ടോപ്പിക്കിനെ കൂടുതൽ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. So the following activities will help generate ideas for your essay. Brainstorm around the keyword. Take a sheet of paper. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ ഇനി ബ്രെയിൻസ്റ്റോമിംഗ് ടെക്നിക്സ് എന്താണെന്ന് ചോദിക്കാൻ അഥവാ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒന്ന് കരുതിയിട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. യു ക്യാൻ ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് യുവർ എസ്സേ അറ്റ് ദ സെന്റർ ആൻഡ് സർക്കിൾ ഇറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, സ്കൈ എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ സ്കൈ എന്ന് എഴുതിയിട്ട് ഞാനൊരു സർക്കിൾ അവിടെ ഇട്ട് വെക്കുകയാണ്. ഇനി ആ സ്കൈയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറെ ആരോ മാർക്ക് ഇട്ടിട്ട് നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്ന എല്ലാ ടേംസും അവിടെ എഴുതി വെക്കും. ഓക്കെ, ദാറ്റ് ഇസ് ലൈക്ക് എ കീവേഡ് ബ്രെയിൻസ്റ്റോമിംഗ് എന്ന് പറയും. ഒരു ഒറ്റ കീവേഡ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ സ്കൂൾ എന്നൊരു കീവേഡ് തരികയാണ്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? നമുക്ക് എന്തൊക്കെ പറയാം? സ്റ്റുഡൻസ് എന്ന് പറയാം. പിന്നെ ജസ്റ്റ് കം, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയൂ നോക്കട്ടെ. Classroom. Teachers. Books. Library. Education. Come on, ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ഞാൻ കേട്ടില്ല. ഓക്കെ, എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സംഭവം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലെ. ബെഞ്ച്, ഡെസ്ക്, അതുപോലെ ടീച്ചേഴ്സ്, ക്ലാസ് റൂം, ചോക്ക്, ഡസ്റ്റർ, എക്സാമിനേഷൻസ് അല്ലെ, ടെസ്റ്റ് പേപ്പർ, മാർക്സ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റും? യു ക്യാൻ ഈവൻ ടോക്ക് അബൌട്ട് ഗാർഡൻ. സ്കൂളിൽ വളരെ മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അതും പറയാം അല്ലെ. അപ്പൊ നമ്മൾ ഒരു കാര്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ അതുമായിട്ട് ഉള്ള എല്ലാ മിനിമം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതുന്ന ഡീറ്റെയിൽസ് വരെ ചിലപ്പോൾ അവിടെ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ കുറെ പേരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പല ഐഡിയയിലേക്കും എത്താൻ അത് ഹെൽപ്പ് ചെയ്യും. So subdivide your topic into main points and list keywords, phrases, ideas under each of the main points. ഇനി അങ്ങനെ കിട്ടുന്നതിൽ നമ്മൾ അതിലെ മെയിൻ പോയിന്റ്സ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലേക്ക് വേണ്ട എന്താ പറയാ അതിലെ കീവേഡ്സും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കിലേക്ക് വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ കീവേഡ്സോ അല്ലെങ്കിൽ പാരഗ്രാഫ് ആക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്നത് ഇതിൽ ആഡ് ചെയ്യണം എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കാം. Work with a partner and list out as many ideas as possible for 5 minutes on a topic interesting to you. So this is actually a work for you. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ടോപ്പിക് തന്ന ഒരു പാർട്ട്ണറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രണ്ടുമായി ചേർന്ന് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് പല പല ഐഡിയാസും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ. എനിഹൗ യു ഷുഡ് നോ വാട്ട് ഇസ് ബ്രെയിൻ സ്റ്റോമിംഗ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഒരു യൂസേജും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Next is organizing and outlining. So outlining is essential to bring in the required logical ordering of your ideas. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഇങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നമുക്ക് എന്താ പറയാ, you have enough material with you, enough keywords with you, അല്ലെങ്കിൽ enough topics ഒക്കെ ആയി. ഇനി അത് ലോജിക്കൽ ഓർഡറിങ് വേണം അല്ലെ. വെറുതെ ആദ്യം തോന്നിയ രീതിയിലൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ഒരു അക്കാഡമിക് റൈറ്റിംഗ് ആണ്, അതിൽ വളരെ പ്രിസൈസ് ആയിട്ട് എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയണം. സോ യു ഹാവ് ടു ഔട്ട്ലൈൻ, ഓർഗനൈസ് തിങ്സ്, ഓർഗനൈസ് യുവർ ഐഡിയാസ്. ഇറ്റ് വിൽ സേവ് യുവർ ടൈം. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ്? ലുക്ക് അറ്റ് ദ പോയിന്റ്സ് ടു റിമെമ്പർ ബിഫോർ പ്രിപ്പയറിംഗ് ആൻഡ് outline. ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നാണോ പറഞ്ഞേ? ക്ലിയർ ആണല്ലോ. ക്ലിയർ അല്ല? ക്ലിയർ ആണ്. എന്തോ പറഞ്ഞു ആരോ, എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്.
എന്തായാലും ഞാൻ കുറച്ചുകൂടെ സൈസ് കിട്ടിയിട്ടുണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. സോ കീപ് യുവർ തീസിസ് സ്റ്റേറ്റ്മെന്റ് handy. So first and foremost introductory paragraph il ningal use cheyanda thesis statement ready aaki vekkuna. Decide the key subtopics through which you would defend or establish your point in the essay. Appo nammal subtopics അല്ലെ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയി, തീസിസ് സ്റ്റേറ്റ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ ഞാൻ എസ്സേയിലോ അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിക് റൈറ്റിംഗിൽ എന്തൊക്കെ മെയിൻ പോയിന്റ്സുകൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതൊക്കെയാണ് നമ്മൾ പറയുന്ന സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. സബ് ടോപ്പിക്സ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു, അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ളതോ ഒക്കെ വരുത്തി തീർക്കാനും പലപ്പോഴും പല എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നേക്കാം. അതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ധാരണ ക്രിയേറ്റ് ചെയ്യണം. Collect and keep ready sources that you would be using for quoting, elaborating, or providing your stand or findings. So, നമ്മൾ കോട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ ബിഗിനിങ്ങിൽ അല്ലെ, ഫോർ എൻ അക്കാഡമിക് റൈറ്റിംഗ് നമ്മൾ പലതരം സോഴ്സുകളുണ്ട്, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു ലേഖനം എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പല വായനകളും പല രീതിയിൽ പല ബുക്കുകളും വായിച്ചിട്ടുണ്ടാവാം, പല ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ അതുമായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സെക്കൻഡറി സോഴ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഈസ് വെൻ യു ആർ റീഡിംഗ് ദീസ് കൈൻഡ് ഓഫ് സെക്കൻഡറി സോഴ്സസ്, വെൻ യു ആർ റീഡിംഗ് other books for your academic writing, you are supposed to know that particular book. You should note down the author, the title of the book. You should note down the author, the publisher ആണ് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം if you are quoting from another source, നിങ്ങളുടേതല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് നിങ്ങളുടേതല്ലാത്ത എന്താ പറയാ ഒരു വർക്കിൽ നിന്നൊക്കെ നിങ്ങൾ കോട്ട് ചെയ്യേ അല്ലെങ്കിൽ വേറെ ഒരാൾ പറഞ്ഞു എന്ന രീതിയിൽ ഒരു സെന്റൻസ് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് പറഞ്ഞു, ഏത് ബുക്കിൽ നിന്ന് എടുത്തു, ഏത് പേജിൽ നിന്ന് എടുത്തു എന്നുള്ളത് വരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ സൈറ്റ് ചെയ്യണം, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഈ സോഴ്സസ് ഒക്കെ, സോഴ്സ് പ്രൈമറി സോഴ്സ് ആവാം, സെക്കൻഡറി സോഴ്സ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി, അതൊക്കെ നിങ്ങൾ റെഡിയാക്കി എപ്പോഴും അത് ക്ലിയർ ആയിട്ട് റെഡിയാക്കി തന്നെ വെക്കണം. ഡിസൈഡ് റെഡിയാക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചുകൂടെ നിങ്ങളൊരു തേർഡ് ഇയറോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് PG ഒക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്നത് കാര്യം ചിലപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ദർ ആർ മെനി ആപ്ലിക്കേഷൻസ് നൗ. ഇപ്പം സുട്ടേറോ എന്നൊക്കെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിസർച്ച് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ യു ആർ ടേക്കിംഗ് 4 to 5 years or even 7 years to complete a research. It's not a silly thing. വളരെ എളുപ്പത്തിൽ ഒരു എസ്സേ എഴുതുന്ന പോലെ അല്ല ഒരു റിസർച്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ 5-6 വർഷമൊക്കെ എടുത്ത് ഒരു വിഷയത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തി ഒക്കെ ആയിരിക്കും നിങ്ങളൊരു തീസിസ് എഴുതി ഉണ്ടാക്കുന്നത്. അപ്പൊ 5-6 കൊല്ലം എടുത്ത് നിങ്ങളൊരു റിസർച്ച് ചെയ്യുമ്പോൾ യു മേ ബി ഗോയിങ് ത്രൂ എ നമ്പർ ഓഫ് ബുക്സ്. ഒരുപാട് ആർട്ടിക്കിൾസും നിങ്ങൾക്ക് ഒരുപാട് ബുക്കുകളും ഒരുപാട് എന്താ പറയാ ഇന്റർവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കടന്നു പോകും ഓരോ വർഷവും ഓരോ ദിവസവും. ഇത് മുഴുവൻ ഓർത്ത് വെക്കാൻ വളരെ എന്താ പറയാ നമുക്ക് അത്ര എളുപ്പം സാധിക്കില്ല. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഇത് നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വായിക്കുന്നതോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതോ ആയിട്ടുള്ള ബുക്കുകളെ കുറിച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുൻപൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബുക്ക് അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കും. നമ്മൾ എടുക്കുന്ന ബുക്ക് വായിക്കുന്ന പേജ് നമ്പർ ഒക്കെ നമ്മൾ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും. കാരണം 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ബുക്സ് ഫുൾ എന്താ പറയാ ഇത് ഫുൾ ആവശ്യമായിട്ട് വരും നമുക്ക് വർക്ക് സൈറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് എവിടെ നിന്ന് എടുത്തു, ഇത് ഏത് ബുക്കിലാണ് ഞാൻ വായിച്ചത് എന്നൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടായെന്ന് വരില്ല അല്ലെ. അതിന് പകരം ഇപ്പോ നമുക്ക് വളരെ എന്താ പറയാ ഹാൻഡി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ എടുക്കുന്ന ബുക്കൊക്കെ അവിടെ തന്നെ നമുക്ക് സേവ് ചെയ്തിടാം. ഓരോ പ്രാവശ്യം ഏത് പേജ് നമ്പർ വരെ അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഓക്കെ, അത് പോട്ടെ. അപ്പൊ അതാണ് ഹാൻഡി ആയിട്ട് റിസോഴ്സസ് റെഡിയാക്കി വെക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഡിസൈഡ് ദി ഓർഡർ ഓഫ് പ്രസന്റിംഗ് ദ സബ് ടോപ്പിക്സ്, ദാറ്റ് ഈസ് ഡിവൈഡ് യുവർ പോയിന്റ്സ് ഇൻ ടു കാറ്റഗറീസ് ആൻഡ് അറേഞ്ച് ദം ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി പ്രസന്റഡ്. ഓരോ പാരഗ്രാഫിൽ ഏതൊക്കെ പാരഗ്രാഫുകൾ വേണം, ഏതൊക്കെ പോയിന്റ്സ് പറയണം എന്നൊക്കെ യു ഷുഡ് ഡിസൈഡ്. ഫൈനലി പുട്ട് എവറിത്തിങ് ടുഗെദർ യൂസിങ് എ മെത്തേഡ് കൺവീനിയന്റ് ടു യു. ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് ഇല്ലസ്ട്രേഷൻസ് ഫോർ യുവർ ഔട്ട്ലൈൻ. And there is no set format for preparing outlines. അപ്പൊ ഇന്ന രീതിയിൽ തന്നെ ഔട്ട്ലൈൻ, ഇന്ന രീതിയിൽ ഇന്ന പാരഗ്രാഫ് തന്നെ ആദ്യം പറയണം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറയാൻ പാടൂ എന്ന് നമുക്കൊരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു ദി റൈറ്റർ.
ഓർ ഇഫ് ദർ ഇസ് എ ഗൈഡ്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇൻസ്ട്രക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് യു ക്യാൻ ഡിസൈഡ് ഏതാണ് പ്രോമിനന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, ആദ്യം പറയേണ്ട ടോപ്പിക്സ് ഏതാണ്, അതിന്റെ സബ് ടോപ്പിക്സ് ഏതൊക്കെ കൊടുക്കണം എന്നൊക്കെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് യു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് റൈറ്റിംഗ് എ തീസിസ് സ്റ്റേറ്റ്മെന്റ്. അഗെയിൻ ഞാൻ നേരത്തെ സ്ലൈഡ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തീസിസ് സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടെന്ന്. കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഞാനിത് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ബോറിംഗ് ഫോർ യു. സോ തീസിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ബാക്ക് ബോൺ ഓഫ് ആൻ എസ്സേ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഇസ് എ ബാക്ക് ബോൺ ഓഫ് ആൻ എസ്സേ അല്ലെങ്കിൽ വിച്ച് ഇസ് എ ബാക്ക് ബോൺ ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്ക് ബോൺ ഓഫ് എ റൈറ്റിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു എഴുത്തിന്റെ അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗിന്റെ, ഒരു എസ്സേയുടെ, ഒരു അസൈൻമെന്റിന്റെ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ആ ഇൻട്രൊഡക്ഷനിൽ പ്രസന്റ് ആയിരിക്കേണ്ട അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീസിസ് സ്റ്റേറ്റ്മെന്റിന്. നമുക്ക് ഒരിക്കലും നിർബന്ധം അങ്ങനെയൊന്നുമില്ല, ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് സെന്റൻസ് തന്നെ ആയിരിക്കണം തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്നൊന്നും എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ ഇൻട്രൊഡക്ഷൻ. So that is considered to be the backbone of an essay. It holds together different sections of an essay, usually introduced in the opening paragraph. It allows the reader to know what the essay is about. By presenting thesis statement in the beginning, you are arranging the essay in inverted pyramid style. Okay, നിങ്ങൾ ഇൻവേർട്ടഡ് പിരമിഡ് ഇങ്ങനെ മുകളിലേക്കാണ് അല്ലെ, ട്രയാങ്കിൾ പോലെ മുകളിലേക്കാണ്. നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് താഴേക്കാണ്. നിങ്ങൾ ഒറ്റ പോയിന്റ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിലാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ആ ഒരു ഷാർപ്പ് എൻഡ് താഴെ കുത്തി നിൽക്കുന്നത് പോലെ മെയിൻ പോയിന്റ് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്നാണ് നിങ്ങൾ ഇലോബറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫസ്റ്റ് ഫോളോഡ് ബൈ ലെസ് ഇമ്പോർട്ടന്റ്. റൈറ്റിംഗ് എ തീസിസ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. A thesis statement reveals the standpoint of the writer. Writer's standpoint. Sorry, a writer's argument. What is the writer going to talk about? അല്ലെങ്കിൽ what is his standpoint? What is his perspective regarding a particular topic? എന്നൊക്കെയാണ് നമ്മൾ മിക്കവാറും തീസിസ് സ്റ്റേറ്റ്മെന്റിൽ പറയാൻ പോകുന്നത്. ഏത് കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ഒക്കെ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നൊക്കെ തീസിസ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാവുമല്ലോ. സോ ഇറ്റ് റിവീൽസ് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി റൈറ്റർ. തീസിസ് ആൻഡ് ടോൺ ഓഫ് ദി എസ്സേ. നമ്മുടെ എസ്സേയുടെ ടോൺ, വെദർ ഇറ്റ് ഈസ് എ ആർഗ്യുമെന്റേറ്റീവ് എസ്സേ അല്ലെങ്കിൽ വെദർ ഇറ്റ് ഈസ് എ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എസ്സേ അല്ലെങ്കിൽ എന്താ പറയാ നറേഷൻ ആണോ എന്നുള്ളതൊക്കെ തീസിസ് സ്റ്റേറ്റ്മെന്റിന്റെ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചില കാര്യങ്ങൾ ഇലോബറേറ്റ് ചെയ്ത് പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാണെങ്കിൽ അവിടെ തീസിസ് സ്റ്റേറ്റ്മെന്റിന്റെ രീതി ഡിഫറെന്റ് ആയിരിക്കും. അവിടെ നിങ്ങൾ ആ രീതിയിലുള്ള തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ പേർപ്പസ് എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് തീസിസ് സ്റ്റേറ്റ്മെന്റിന്റെ എന്താ പറയാ രീതിയും മാറും. കൺവിൻസ് ദ തീസിസ് at the conceive the thesis at the pre-writing stage. Pre-writing stage നമ്മൾ പറഞ്ഞു. പ്രീ-റൈറ്റിംഗ് സ്റ്റേജിൽ തന്നെ നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുന്നത് it will help you. Okay. Exact wordings of the thesis may be changed as your writing progresses. Now, working thesis എന്ന് പറയും. വർക്കിംഗ് തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ദാറ്റ് നമ്മൾ പറഞ്ഞു ഒരു അക്കാഡമിക് റൈറ്റിംഗിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റും സെക്കൻഡ് ഡ്രാഫ്റ്റും തേർഡ് ഡ്രാഫ്റ്റും ഒക്കെ ഉണ്ടാവാം. ദെൻ ഓൺലി യു വിൽ റീച്ച് എ ഫൈനൽ ഡ്രാഫ്റ്റ്. അതെ, ഇപ്പൊ നമ്മളൊരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ ചിലപ്പോൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഈ രീതിയിൽ എത്തിക്കാം, ഈ രീതിയിൽ പറയാം എന്ന് പറഞ്ഞു തുടങ്ങി, അങ്ങനെ വിചാരിച്ച് നമ്മൾ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മളത് പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെന്റ് അത്ര തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടെ അതിനെ മോഡിഫൈ ചെയ്യാം. കാരണം നമ്മൾ റഫ് ഡ്രാഫ്റ്റേ ആയിട്ടുള്ളൂ, ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടില്ല അല്ലെ. സോ നമ്മുടെ വേർഡിങ്സ് ഓഫ് തീസിസ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വർക്ക് പ്രോഗ്രസിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അവോയ്ഡ് ബീയിങ് ഡോഗ്മാറ്റിക് ആൻഡ് കാറ്റഗോറിക്കൽ. നമ്മളൊരു തീസിസ് സ്റ്റേറ്റ്മെന്റിനകത്ത് വളരെ എന്താ പറയാ ജഡ്ജ്മെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റഡ് കമന്റ്സ് ഒക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരു പെർട്ടിക്കുലർ ബിലീഫിനെതിരെയോ ഒരാളെ ഡിഗ്രേഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോൾട്ടി ആയിട്ടുള്ള തീസിസ് സ്റ്റേറ്റ്മെന്റുകളൊന്നും
നമ്മളൊരു ഇഫക്റ്റീവ് അക്കാഡമിക് റൈറ്റിംഗിൽ യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി മീഡിയ ടുവേർഡ്സ് ദ issues of students is highly commendable. Evaluation pattern followed in Indian universities is faulty. രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണത്. ഈ സെക്കൻഡ് വേണം വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. ഇവാലുവേഷൻ പാറ്റേൺ ഫോളോഡ് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഈസ് ഫോൾട്ടി. അങ്ങനെ ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഇതിനെ കുറിച്ചാണ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ ഇവാലുവേഷൻ പാറ്റേൺ, ഇവിടെ നടക്കുന്ന എക്സാമിനേഷൻസോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു കുട്ടീന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ട് എവർ ഇവാലുവേഷൻ ടെക്നിക് ഇറ്റ് മേ ബി, അതിനെ കുറിച്ച് ഒരു കമന്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതുകയാണെന്ന് വിചാരിക്കും. ആ ആർട്ടിക്കിളിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഇവാലുവേഷൻ പാറ്റേൺ ഫോളോഡ് ഇൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇസ് ഫോൾട്ടി. ഡു യു തിങ്ക് ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ടു സ്റ്റേറ്റ് സംതിങ്? ഇപ്പൊ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിനെയും ഇവിടെയുള്ള എല്ലാവരെയും ആക്ഷേപിക്കുന്നത് പോലെയല്ലേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ നിങ്ങൾ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ വിൽ നോട്ട് ബി ഏബിൾ ടു കമ്പീറ്റ് വിത്ത് ദ പ്രീമിയർ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വെസ്റ്റ് എനി ടൈം സൂൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു കാലത്തും ഈ അടുത്ത കാലത്തൊന്നും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിനെ മൊത്തം താറടിച്ച് കാണിക്കുന്നത് പോലെയാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ഹൈലി ജഡ്ജ്മെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ആയിട്ടോ ഒക്കെയുള്ള കമന്റ്സ് ഒന്നും തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. An announcement cannot be treated as a thesis statement. അനൗൺസ് ചെയ്യുക അല്ലെ, കാര്യങ്ങൾ അനൗൺസ് ചെയ്യുക എന്നൊക്കെ പറയും നമ്മൾ. അതുപോലത്തെ ഒരു അനൗൺസ്മെന്റ് തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. തീസിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് എ മിയർ അനൗൺസ്മെന്റ് ഓഫ് ദി ബ്രോഡ് ഏരിയ ഓഫ് ദി എസ്സേ. നോക്കൂ, അവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നോക്കൂ. ദിസ് പേപ്പർ ഡീൽസ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് സൈബർ ബുള്ളിയിങ് ഫേസ്ഡ് ബൈ യങ് അഡൽട്ട്. സോ ദിസ് പേപ്പർ ഡീൽസ് വിത്ത് ദി പ്രോബ്ലംസ് ഓഫ് സൈബർ ബുള്ളിയിങ് ഫേസ്ഡ് ബൈ യങ് അഡൽട്സ്. ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് ഈ പേപ്പർ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു തരം അനൗൺസ്മെന്റ് ആണ്. അത്തരത്തിലുള്ള സെന്റൻസുകളല്ല തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരേണ്ടത്. ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ആക്ച്വലി ലൈക്ക് കുറച്ചുകൂടെ എന്താ പറയാ, ആ ഒരു കോൺസെപ്റ്റ് സൈബർ ബുള്ളിയിങ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈ സൈബർ ബുള്ളിയിങ് ആൻഡ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് സൈബർ ബുള്ളിയിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പേപ്പർ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പേപ്പർ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് അല്ല തീസിസ് സ്റ്റേറ്റ്മെന്റ്. വൈ യു ആർ ഡിസ്കസിങ് ദാറ്റ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സൈബർ ബുള്ളിങ്, അല്ലെങ്കിൽ വൈ യു ആർ സപ്പോസ് ടു ലൈക്ക് വൈ യു ആർ സ്പീക്കിംഗ് അബൌട്ട് സൈബർ ബുള്ളിങ് എന്നുള്ളതൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ആൻ ഇഫക്റ്റീവ് തീസിസ് സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇറ്റ് നീഡ് നോട്ട് ബി ജസ്റ്റ് വൺ സെന്റൻസ്. ഒറ്റ സെന്റൻസിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെന്റൻസ് തന്നെ തീസിസ് സ്റ്റേറ്റ്മെന്റ് ആവണം എന്നൊരു നിർബന്ധവും ഇല്ല. 2 or 3 സെന്റൻസുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലോ ഒക്കെ ആവശ്യം വന്നേക്കാം ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്ന് കരുതി ഒരു 2 or 3 പാരഗ്രാഫ് ഒക്കെ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. യു ക്യാൻ ഗോ ഫോർ മോർ ദാൻ 1 സെന്റൻസ്. ചുരുക്കി വളരെ ക്രിസ്പ് ആയിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Factual statements do not qualify to become thesis statement. Factual statements എന്ന് പറഞ്ഞാൽ ഫാക്ട് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. വീണ്ടും ഒന്ന് സ്മോക്കിംഗ് causes lung cancer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഫാക്ട്. എവരിവൺ നോസ് ദാറ്റ് പെർട്ടിക്കുലർ തിങ്. അത് നിങ്ങൾ വീണ്ടും സ്റ്റേറ്റ് ചെയ്യാണ്. സ്മോക്കിംഗ് കോസസ് ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും വെറുതെ അത് അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു തീസിസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. So these are points which is associated with thesis statement. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളൂ, സപ്പോർട്ടിംഗ് തീസിസ് സ്റ്റേറ്റ്മെന്റ് വിത്ത് എവിഡൻസ്. ഓൾറെഡി അഗെയിൻ പറഞ്ഞതാണ്. എവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പ്രസ്താവിക്കുന്ന പോയിന്റ്, ആർഗ്യുമെന്റ്, നമ്മൾ നറേറ്റ് ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്. ഒരു റൈറ്റിംഗിൽ എവിഡൻസ് എന്ന് പറയുമ്പം
നമുക്കിങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന എവിഡൻസ് ആയിരിക്കില്ല അല്ലെ. യു ക്യാൻ എക്സ്പ്ലെയിൻ, യു ക്യാൻ ഇല്ലുസ്ട്രേറ്റ്, ഫാക്റ്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഗ്രാഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യനെയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന്റെ സോഴ്സ് കാണിച്ചിട്ടോ ഒക്കെ നിങ്ങൾ പ്രസ്താവിക്കുന്ന കാര്യം ശരിയാണെന്ന്, നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് പ്രസ്താവിക്കാം അല്ലെ. സോ ആ രീതിയിലുള്ള എവിഡൻസസ്, ആ രീതിയിലുള്ള എക്സാമ്പിൾസോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം അക്കാഡമിക് റൈറ്റിങ്ങിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, so evidence in an academic paper basically means the reasons for holding the views expressed in the thesis statement and the supporting details that make the thesis clear and logical. For instance, when you argue that ragging has widespread impact on youth, you are bound to explain why you think so. അപ്പോൾ നിങ്ങൾ റാഗിങ്ങിനെ കുറിച്ച് പറയാണ്, യങ് യൂത്തിൽ വളരെയധികം ഇമ്പാക്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് റാഗിങ് എന്നുള്ളതാണ് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യമെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നുള്ളതിന് അവിടെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കണം. Okay, so evidences also includes explanations, details, examples, quotations from sources, opinions from experts, fact, statistics, illustrations, recounting of experiences and personal observations. ഈ പല രീതിയിലും നിങ്ങൾക്ക് ഇതിനു വേണ്ട എവിഡൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. The source of your evidence are usually categorized as primary and secondary source. ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ, ഒരു ടെക്സ്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടെക്സ്റ്റ് ആണ് നിങ്ങളുടെ പ്രൈമറി സോഴ്സ്. If your essay is on an assignment, a scientific experiment you have conducted, the outcome of your experiment can be considered as primary evidence. നിങ്ങൾ ഒരു സയന്റിഫിക് ലാബിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലാബിൽ നിങ്ങൾ ഫൈൻഡിങ് കിട്ടുന്നതാണ് നിങ്ങളുടെ അവിടുത്തെ പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, likewise when you are writing an essay, ഞാൻ പറഞ്ഞു ഓൾറെഡി, നോവൽ ആണെങ്കിൽ നോവൽ അല്ലെങ്കിൽ പോയം അല്ലെങ്കിൽ ഫിലിം, ഒരു മൂവിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ മൂവിയാണ് നിങ്ങളുടെ ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ നമ്മൾ ടെക്സ്റ്റുവൽ എവിഡൻസ് എന്ന് പറയും. ആ ടെക്സ്റ്റിന്, ആ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് പോലെ പേജുകളുള്ളത് മാത്രമാവണം ടെക്സ്റ്റ് എന്നൊന്നുമില്ല കേട്ടോ. ഫിലിം ഈസ് ഓൾസോ എ ടെക്സ്റ്റ്, ഡ്രാമ അല്ലെങ്കിൽ നോവൽ എല്ലാം എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു ടെക്സ്റ്റ് ആണ്. വേർ യു ആർ ലേണിംഗ് സംതിങ്, യു ആർ ട്രൈങ് ടു അനലൈസ് ഓർ decipher that particular text. Okay, so expert opinions on your topic, critical comment, reviews and other previous writings on your topic can be considered as secondary sources. മെയിൻ ടെക്സ്റ്റ്, ഇപ്പോൾ സിനിമയെ കുറിച്ച് ഞാനൊരു ലേഖനം എഴുതുകയാണ്, പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സിനിമയെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ അവിടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ആ മൂവിയാണ്. ഓക്കെ, അതിലെ എവിഡൻസ് ഞാൻ പറയുന്നത് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത് അതിലത്തെ എവിഡൻസുകളായിരിക്കും, അതിലത്തെ സീനുകളായിരിക്കാം അല്ലെങ്കിൽ അതിലത്തെ ഡയലോഗ്സിനെ കുറിച്ചായിരിക്കാം ഞാൻ പറയുന്നത്. ഇനി അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ഉപയോഗിക്കാം? അഡീഷണൽ സോഴ്സുകൾ ഉപയോഗിക്കാം, അതായത് സെക്കൻഡറി സോഴ്സുകൾ യൂസ് ചെയ്യാം. മൈ സെക്കൻഡറി സോഴ്സ് മേ ബി ആ ഫിലിമിനെ കുറിച്ചിട്ട് പലരും റിവ്യൂസ് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് നടന്നിട്ടുണ്ടാവാം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, ക്രിട്ടിക്കൽ കമന്റ്സ് ഉണ്ടാവാം. അതൊക്കെ എനിക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? സെക്കൻഡറി സോഴ്സുകളായിട്ട് യൂസ് ചെയ്യാം. So in order to present your thesis in a convincing manner, you may require ample evidence to support thesis statement. However, as discussed earlier, the reliability of your source, അടുത്ത ഒരു ടോപ്പിക് ആണെന്ത്? റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഏത് സോഴ്സിൽ നിന്നുള്ളതൊക്കെ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരു അക്കാഡമിക് റൈറ്റിംഗിന് എടുക്കാം. ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും യു കനോട്ട് ഷോ ദാറ്റ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്, റൈറ്റ്? എന്ത് പറഞ്ഞു, ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ മാറ്റേഴ്സ് ആണ്. ഓക്കെ, സോ റിലയബിൾ സോഴ്സസ് ഏതൊക്കെയാണ് അക്കാഡമിക് റൈറ്റിംഗിന്? സ്കോളർലി ജേർണൽസ് ഇൻ യുവർ സബ്ജക്ട്, ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടുമുള്ള സ്കോളർലി ജേർണൽസ്, അതായത് നിങ്ങളെ ബുക്കുകൾ, ആർട്ടിക്കിൾസ്, ടെക്സ്റ്റ് ബുക്കുകൾ, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്ന എല്ലാത്തരം ജേർണലുകളും ഒക്കെ ഒരു റിലയബിൾ സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബുക്സ് ആരെങ്കിലും പബ്ലിഷ് ചെയ്യുന്ന ബുക്കല്ല, ഏത് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നു, ഏത് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കോളർലി എസ്സേസ്, ഓക്കെ, ആൻഡ് ഇന്റർവ്യൂസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ന്യൂസ് പേപ്പറിലും മാഗസിൻസിലും ഒക്കെ വരുന്ന ഇന്റർവ്യൂസ്. അതുപോലെ ഇപ്പം ഓൺലൈൻ ആയിട്ട് നിങ്ങൾ സോഴ്സുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ സോഴ്സുകളിലും ആര് പബ്ലിഷ് ചെയ്തു, ആരാണ് ആ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റുകൾ, അക്കാഡമീഷ്യൻസിന്റെ ഒക്കെ വീഡിയോ ലെക്ചേഴ്സ് ഒക്കെ നമുക്ക് പ്രൈമറി സോഴ്സോ അല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ആയിട്ടൊക്കെ, പ്രൈമറി അല്ല റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഓൾസോ ഫ്രം ഡിഫറെന്റ് ഡാറ്റാബേസസ് നിങ്ങൾക്ക് പല കോൺഫറൻസ് പ്രൊസീഡിങ്സും അതുപോലെ ഡിസർട്ടേഷൻസും ഒക്കെ കിട്ടും. നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എല്ലാ അതുപോലെ പല യൂണിവേഴ്സിറ്റികളുടെയും അണ്ടറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡിസർട്ടേഷൻസും പ്രൊജക്ട് വർക്കുകളും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും അല്ലെ, ഡാറ്റാബേസുകളായിട്ട് നമുക്ക് കിട്ടും. സോ യു ക്യാൻ യൂസ് ദാറ്റ്. അതുപോലെ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, അവിടെ വെറുതെ ഏതെങ്കിലും മാഗസിനിൽ പബ്ലിഷ് ചെയ്ത് വന്നത് നമുക്കൊരു സോഴ്സ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അവിടെയും എന്തുണ്ട്, ക്രെഡിബിലിറ്റി ഓഫ് ദി ഓതർ ആൻഡ് ദി മാഗസിൻ, ആ മാഗസിന്റെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ അത് എഴുതിയിരിക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റിയും ഒക്കെ വെരിഫൈ ചെയ്തിട്ട് യു ക്യാൻ യൂസ് ദാറ്റ് ആസ് എ സോഴ്സ്. ഇനി ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്സ്, അതുപോലെ സൈറ്റ്സ് റൺ ബൈ ഓർഗനൈസേഷൻസ് വിത്ത് പൊളിറ്റിക്കൽ അജണ്ട, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ന്യൂസുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകൾ ഉണ്ടാവാം. സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് അല്ലെങ്കിൽ ബ്ലോഗ്സ്, ട്വീറ്റ്സ്, അങ്ങനത്തെ സെൽഫ് പബ്ലിഷ്ഡ് ബുക്സ്, അതൊന്നും ഒരു റിലയബിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഈവൻ വിക്കിപീഡിയ പോലും പലപ്പോഴും ഒരു റിലയബിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഇറ്റ് ഈസ് എഡിറ്റബിൾ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് വിക്കിപീഡിയ. അതുകൊണ്ട് അതുപോലും പലപ്പോഴും ഒരു റിലയബിൾ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് യുവർ തേർഡ് ചാപ്റ്റർ. ഇനി ഇതിൽ പറയാനുള്ളത് about paragraphs ആണ്. What is the importance of introductory paragraph, body paragraphs and concluding paragraphs, which I had already discussed. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലും ഇപ്പൊ ഈ ചാപ്റ്ററിലും ഒക്കെ പല പ്രാവശ്യം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. Okay. So with this നമ്മുടെ തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ഇപ്പൊ ചോദിക്കണമെന്നില്ല, നിങ്ങൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കാം ഇതിൽ ഇനി സംശയങ്ങൾ വരിക. ഇപ്പൊ ജസ്റ്റ് കേട്ട് ഇരിക്കുമ്പോൾ സംശയമൊന്നും തോന്നിന്ന് വരില്ല. ഓക്കെ, സോ യു ക്യാൻ ആസ്ക് മീ. വായിച്ചിട്ട് സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇറ്റ്സ് ഫോർ ബാച്ച് എ ആൻഡ് ബി. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ഇനി ഇതിൽ കയറാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ ഇടയ്ക്ക് സ്ലൈഡ്സ് മിസ്സായി എന്നൊക്കെ കുറെ പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ഇറ്റ്, ഒന്നുമില്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻ കാണാം, അല്ലെങ്കിൽ ഐ വിൽ അപ്ലോഡ് ഇറ്റ് ഇൻ യൂട്യൂബ്. താങ്ക് യു.